എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് സിസ്റ്റർ ജിസ്മിത SD ആണ്. ഹേസ്ലെറ്റ് സിസ്റ്ററിൻ്റെ ഒപ്പം ഒരുപാട് മിനിസ്ട്രികളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച സിസ്റ്ററും കൂടിയാണ്. സിസ്റ്ററാണ് ഇപ്പോൾ ഹേസ്ലെറ്റ് സിസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. സിസ്റ്റർ ഹേസ്ലെറ്റ് എൻ്റെ ഓർമ്മയിലെ ഒരു തീയായിരുന്നു, തീക്ഷ്ണമതിയായിരുന്നു. ഞങ്ങൾ യൂത്ത് മിനിസ്ട്രിയിൽ പിന്നെ ഇടവക ധ്യാനങ്ങളിൽ പല ക്ലാസ്സുകളിലൊക്കെ ഒരുമിച്ച് പങ്കെടുക്കാനായിട്ടും പോയിട്ടുണ്ട്. പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് എല്ലാത്തിനും ചെല്ലുമ്പോൾ തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്നും പോയാൽ പോരാ ജിസ്മിതേ, കുറച്ചുകൂടെ തീയാകണം, ഈശോയുടെ വചനം പ്രഘോഷിക്കാനായിട്ട് നമ്മളിങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്നാൽ പോരാ, ഓടണം എന്ന് പറയായിരുന്നു. ഈ അടുത്തൊരു ദിവസത്തിൽ ഈ റിട്ടയർമെൻറ്റിന് ശേഷം പല ധ്യാനങ്ങളാൾ കൂടി. എനിക്ക് തപസ് ധ്യാനം അല്ല പലയിടങ്ങളിൽ പോയി ധ്യാനം കൂടി എന്ന് വെച്ചാൽ ഭയങ്കര ഇതൊരു ആർത്തിയായിരുന്നു, ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹമായിരുന്നേ. ഈശോയായിട്ടുള്ള എന്തൊക്കെ മുന്നേ കണ്ടതുപോലെ ഈശോയായിട്ടുള്ള ഒന്നായി തീരണം, അതിന് നല്ല വിശുദ്ധി വേണം, അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ളതുപോലെ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഹൗസിൽ ചെന്നപ്പോൾ ആളവിടെ ഞങ്ങളുടെ ഈ സിനഡൽ ജേണിയുടെ ക്രോഡീകരണത്തിലാണ് ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കൊണ്ടു കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഒരു ധ്യാനം കഴിഞ്ഞ് വന്നിരിക്കുന്ന തീഷ്ണതയിലും കൂടെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ജിസ്മിതേ, ഞങ്ങൾ വിശുദ്ധരാകാൻ തീരുമാനിച്ചു, ഞാനൊരു വിശുദ്ധയാകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഒരു ചെറിയ നെഗറ്റീവ് പോലും ആരെക്കുറിച്ചും ഒരു കുറവുകൾ പോലും പറയില്ല എന്നൊരു തീരുമാനമാണ്. അങ്ങനെ വിശുദ്ധിയോടുകൂടി ഈശോയെ കാണണം, പ്രഘോഷിക്കണം. ആ ഒരു വാചകം എന്നോട് പങ്കുവെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ത്യാഗം, എന്ത് ത്യാഗത്തോടു കൂടിയാണെന്നറിയുമോ പ്രാർത്ഥനകൾക്കൊക്കെ വരുന്നതും ഇടപെടുന്നതുമൊക്കെ. തന്നെയല്ല, പ്രഭാതത്തിലേ ഉണർന്നിട്ട് ആ പേഴ്സണൽ പ്രയറില്ലേ, ആ പേഴ്സണൽ പ്രയർ ഒരിക്കലും മുടക്കത്തില്ല. എന്നിട്ട് യേശുവായിട്ട് നല്ലൊരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു, ഭയങ്കര ഇൻറ്റിമസി കാത്തു സൂക്ഷിച്ചു. അപ്പോൾ ഇതെല്ലാം കാണുമ്പം ആൾ അറിഞ്ഞിരുന്നോ അധികകാലം എനിക്ക് ഈ ഭൂമിയിൽ ഇനിയില്ല, വേല ചെയ്യാനില്ല എന്നുള്ളത് അറിഞ്ഞിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് വന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആകസ്മികമായിട്ടുള്ള ഇത് അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സുകൂടി ഇതെല്ലാം ഇങ്ങനെ പോയി. ആ ഒരു നല്ല ഒരുക്കത്തോടു കൂടിയാണ് ആൾ യേശു സന്നിധിയിൽ എത്തിയിരിക്കുന്നതെന്നും തൻ്റെ പ്രാണപ്രിയനുമായിട്ട് ഒന്ന് ചേർന്ന് ലയിച്ചു ചേരുന്ന നിമിഷമാണ്. തീയായി തീക്ഷ്ണമതിയായി ഓടി തിരുമുഖ ദർശനത്തിന് അണഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ എനിക്കെപ്പോഴും തോന്നാനുള്ളൂ. അതാണ് എൻ്റെ മനസ്സിൽ സിസ്റ്റർ ഹേസ്ലെറ്റ്. എൻ്റെ കൂടെ ഇപ്പോഴുള്ളത് ഷൈജു ഇജക്കലാണ്. അദ്ദേഹം കോതമംഗലം രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സെക്രട്ടറിയാണ്. സിസ്റ്ററുമായിട്ട് ഒരുപാട് വർഷത്തെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം ഷൈജുവിനുണ്ട്. 2004 ആൾ KCIM-ൻ്റെ പ്രസിഡൻ്റായിരുന്നു, രൂപതാ പ്രസിഡൻ്റായിരുന്നു. 2005 രൂപതാ പ്രസിഡൻ്റായിരുന്നു. ആ സമയമെല്ലാം ആനിമേറ്ററായിട്ട് സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം മുതലുള്ള ഒരുപാട് ഓർമ്മകൾ അത് പങ്കുവയ്ക്കുകയാണ് നമ്മളുമായിട്ട്. പ്രിയപ്പെട്ട ഹേസ്ലെറ്റ് സിസ്റ്ററിൻ്റെ വേർപാട് അങ്ങേറ്റം സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. സിസ്റ്ററിൻ്റെ ഒരു സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഒരാൾക്കും അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല ആ ഒരു കാര്യം. കാരണം ഒരുപാട് മറക്കാൻ കഴിയാത്ത, മരിക്കാത്ത, ഒരുപാട് സുഗന്ധമുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് സിസ്റ്റർ ഈശോയുടെ സന്നിധിയിലേക്ക് പോയത്. കാരണം പരിചയപ്പെടുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് പെട്ടെന്ന് നടന്നു കയറാൻ കഴിയുന്നൊരു വലിയ പ്രത്യേകത സിസ്റ്ററിനുണ്ടായിരുന്നു. ഒരു 2 പതിറ്റാണ്ടിലേറെയുള്ള ഒരു സൗഹൃദ ബന്ധം സിസ്റ്ററുമായിട്ടുണ്ട്. കാരണം 2004 സിസ്റ്റർ KCIM-ൻ്റെ രൂപത ആനിമേറ്ററായിട്ട് കടന്നു വരുന്നത്. യുവജന ശുശ്രൂഷയെ അങ്ങേറ്റം സന്തോഷത്തോടെയും അങ്ങേറ്റം ആഗ്രഹത്തോടെയും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു സിസ്റ്റർ. യുവജനങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന, അവരുടെ എല്ലാ പ്രതിസന്ധികളിലും താങ്ങായിട്ടും തണലായിട്ടും ആശ്വാസവാക്കുകളായിട്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നൊരു വ്യക്തിത്വമായിരുന്നു സിസ്റ്ററിൻ്റെ. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയും, സിസ്റ്റർ KCY എന്ന് പറയുന്നത് ഒരു ബന്ധങ്ങളുടെ ശുശ്രൂഷയാണ്, ഇത് സൗഹൃദത്തിൻ്റെ ഒരു തണൽ വൃക്ഷമാണ്. സിസ്റ്ററിൻ്റെ വാക്കുകളാണത്, ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പോൾ ആ തണൽ വൃക്ഷത്തിൻ്റെ തണലിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അനുഗ്രഹമായിട്ട് ഇങ്ങനെ തണലായിട്ടൊക്കെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് മക്കളെ, നമുക്ക് കിട്ടിയ സമയങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറയും. അപ്പം സിസ്റ്ററിൻ്റെ വാക്കുകളെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ആ കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ 2004 മുതൽ ഇങ്ങോട്ട് ഇന്നും ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് നന്മയും
മനസ്സ് നിറയെ സ്നേഹവും ഒക്കെയുള്ള സിസ്റ്ററിൻ്റെ വലിയ ഹൃദയത്തിൽ എല്ലാവർക്കും ഒരു ഇടമുണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ ഇടം തന്നിരുന്നു എന്നുള്ളതാണ്. വീടിനോടും എല്ലാവരുടെയും വ്യക്തിപരമായിട്ട് അറിയുന്ന, അവരുടെ കുടുംബാംഗങ്ങളെ അറിയുന്ന, യുവജനങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ട് മനസ്സിലാക്കുന്ന, അവരെല്ലാം ചേർത്ത് പിടിക്കുന്ന, ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്ന, അങ്ങനെ അത്ര വലിയൊരു വിശാലമായ മനസ്സിൻ്റെ ഒരു ഉടമയായിരുന്നു സിസ്റ്റർ. എപ്പോഴും ഈ KCYM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇങ്ങനെ നെഞ്ചിലേറ്റിക്കൊണ്ട് KCYMൻ്റെ കോതമംഗലം രൂപതയുടെ ഒരു വളർച്ചയിൽ വലിയ പങ്ക് സിസ്റ്റർ വഹിച്ചിട്ടുണ്ട്. ഈ രൂപതയിലെ ഇടവകളിലുടനീളം ഇങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങളെയൊക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്തി സെമിനാറുകളും അതുപോലെ തന്നെ പ്രതിഷേധ പരിപാടികളും ക്യാമ്പുകളും ധ്യാനങ്ങളും നിരവധി തെരുവ് നാടകങ്ങളിലൂടെയുള്ള യാത്രകളും അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സിസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകൾ. പിന്നീട് ഇങ്ങോട്ട് 2004 ഇതിപ്പോൾ 2026 നിൽക്കുമ്പോൾ അന്നു മുതലുള്ള വലിയൊരു സൗഹൃദ വലയം ഇപ്പോഴും സിസ്റ്ററിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ആ ഒരു വിഷമം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങേ തലയ്ക്ക് സിസ്റ്ററിനൊരു കോള് വരും. നമുക്ക് ആ പ്രശ്നങ്ങളിൽ ഒരാശ്വാസമായിട്ട് ഒരു നമ്മളെ കൈപിടിച്ച് നടത്താൻ, അത് എനിക്ക് മാത്രമല്ല, നമ്മുടെ ആ ഒരു വലിയ ഇപ്പോഴും സിസ്റ്ററെ ആ ഒരു ഫോൺ കോള് കാത്തു നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ വിളിക്കും, സിസ്റ്റർ എപ്പോഴും വിളിക്കും, ആ ബന്ധം കാത്തു സൂക്ഷിക്കും. അതൊക്കെ ഒരു സിസ്റ്ററിൻ്റെ ഒരു വലിയ പ്രത്യേകത. വർഷം എത്ര കടന്നു പോയാലും ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ, ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ ഒരു തൂവൽ അവശേഷിപ്പിച്ചാൽ മതി എന്നിങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്. സിസ്റ്റർ ഇങ്ങനെ ഈശോയുടെ സന്നിധിയിലേക്ക് പോകുമ്പം ഒരു തൂവലല്ല, ഒരുപാട് സുവർണ തൂവലുകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് സിസ്റ്റർ കടന്നു പോകുന്നത്. തമ്പുരാന് വേണ്ടി ഒരുപാട് പേരെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതൊക്കെ സിസ്റ്റർ അവരിൽ ഒരാളായിട്ട് മാറിക്കൊണ്ടാണ് അവരുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ കടന്നു ചെന്ന് മക്കളെ നീങ്ങി വാ എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യവും അവരൊക്കെ സിസ്റ്റർ കാണിച്ചിട്ടുണ്ട്. ഇന്ന് സിസ്റ്റർ എന്താണ് KCYM എന്ന് പറയുന്ന പ്രസ്ഥാനം കോതമംഗലം രൂപതയിൽ വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ആനിമേറ്റർ എന്നുള്ള നിലയിൽ സിസ്റ്റർ വലിയ പങ്കുവഹിച്ച ഒരാളാണ്. ഈ നമ്മളിപ്പോൾ ചെറുപ്പക്കാരിപ്പോൾ സിസ്റ്ററുടെ ഒരു വേർപാട് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാനോ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല. കാരണം ഈ ദിവസങ്ങളിൽ പോലും ഇടയ്ക്കൊക്കെ വിളിക്കും, വിശേഷങ്ങൾ തിരക്കും. വർഷം 2 പതിറ്റാണ്ടൊക്കെ കടന്നുപോയാൽ അന്നുള്ളവരുടെ ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരുമിച്ച് കൂടി സിസ്റ്റർ വിളിക്കും, മക്കളെ നിങ്ങൾ വാ. അത്ര ഒരു ബന്ധങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്ന വാക്കുകളിലല്ല, അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരാൻ സിസ്റ്റർ ഞങ്ങൾക്ക് എന്നും പ്രചോദനമായിരുന്നു. ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ പറയും, ചിലർ വാക്കുകൾ പറയും, പക്ഷെ പ്രവൃത്തിയിൽ അത് ഉണ്ടാവണമെന്നില്ല. സിസ്റ്റർ അങ്ങനെ ആയിരുന്നില്ല. ഈശോയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന് ഞങ്ങളെ അന്നത്തെ KCYMകാരായിരുന്നു ഞങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് വഴി നടത്താൻ സിസ്റ്റർ വലിയൊരു പ്രചോദനമായിരുന്നു ഞങ്ങൾക്ക്. അതിൻ്റെ ഒരു നന്മ ഇന്ന് അന്നുണ്ടായിരുന്ന പിന്നീട് പിൽക്കാലത്ത് വന്ന നേതൃനിരയിലെല്ലാം അത് സിസ്റ്ററിൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വെളിച്ചമായിട്ട് ഞങ്ങൾക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഇപ്പോൾ സിസ്റ്റർ ഞങ്ങൾ എന്നിങ്ങനെ വിട്ടുപോയപ്പം അത് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ടും അത് പറ്റാത്തൊരു സാഹചര്യത്തിൽ വിഷമത്തിലാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും. അപ്പം അതുകൊണ്ട് സിസ്റ്റർ ഓർമ്മകളിൽ ഞങ്ങളിങ്ങനെ എപ്പോഴും ഉണ്ട്, മറക്കാൻ കഴിയാത്തത്. അതൊരിക്കലും മാഞ്ഞു പോകുന്നതല്ല. അത്രമാത്രം സിസ്റ്റർ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട്, ഇപ്പം വിദേശത്തുള്ളൊക്കെ ഒരുപാട് പേരുണ്ട്, ഇവരെല്ലാം ഇങ്ങനെ വിളിക്കുക. ഓരോരുത്തർക്കും സിസ്റ്ററെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടെന്നുള്ളതാണ്. ഒരുപാട് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം കണ്ടുമുട്ടിയാൽ, ഒരു പ്രാവശ്യം സിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ ഒരിക്കലും അവരെ മറക്കില്ല, അല്ലെങ്കിൽ അവർക്ക് മറക്കാൻ കഴിയില്ല. അതായിരുന്നു സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത. സിസ്റ്ററിൻ്റെ മുഖത്ത് എപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അതൊരു വലിയ ആശ്വാസമായിരുന്നു. എപ്പോഴും നമുക്കൊരു ബലമായിരുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയാണെങ്കിലും
മറ്റുള്ളവരെ വേദനയിൽ പങ്കുചേരാൻ, എല്ലാവരുടെ വീടുമായിട്ടൊരു ബന്ധം. നമ്മളിപ്പോൾ ഒരു ആനിമേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ അവരുമായിട്ട് അവരെ നയിച്ചുകൊണ്ട് പോവുക എന്നുള്ളതായിരുന്നില്ല സിസ്റ്റർ. എത്ര ചെറുപ്പക്കാരുണ്ടോ അവരുടെ എല്ലാം വീടുമായിട്ടൊരു ബന്ധമുണ്ട്, വ്യക്തിപരമായ ബന്ധമുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെല്ലാം സിസ്റ്റർ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഈശോ കൂടെയുണ്ട് എന്ന് കരുത്തു പകരുകയൊക്കെ ചെയ്യുന്നൊരു വലിയൊരു കൂട്ടുകാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലായിരുന്നു സിസ്റ്ററുടെ ഇടപെടലും സ്നേഹവും ഒക്കെ. അപ്പോൾ ഞങ്ങൾക്കതൊരു വലിയ ആശ്വാസമായിരുന്നു. സിസ്റ്ററിൻ്റെ വേർപാട് ഒരുപാട് സങ്കടമാണ്.